Write the heading. Two-way classification of data. Write the heading. Two-way classification of data. Two-way classification of data. Two-way classification പഴയതുപോലെ തന്നെ ദർ ഈസ് 4 ടേംസ് ആണ് ഇതിൽ വരുന്നത്. മറ്റേതിൽ 3 ടേംസ് ആണെങ്കിൽ ഇതിൽ 4 ടേംസ് ആണ്. വൺ ഈസ് ടി. ടി എന്ന് പറയുന്നത് ടോട്ടൽ. ടി സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ. അടുത്ത സി, ക്യാപിറ്റൽ ലെറ്റർ സി. സി സ്റ്റാൻഡ്സ് ഫോർ കോളംസ്. സി സ്റ്റാൻഡ്സ് ഫോർ കോളംസ്. അടുത്ത ക്യാപിറ്റൽ ലെറ്റർ ആർ. ആർ സ്റ്റാൻഡ്സ് ഫോർ റോസ്. R stands for rows. One more, capital letter E. E എന്ന് പറയുന്നത് റെസിജ്വൽ എന്നാണ്. RESIDUAL. RESIDUAL. അപ്പോൾ ടു ദ 4 ടേംസ്. വൺ ഈസ് ടി ടോട്ടൽ, സി കോളംസ്, capital letter R rows and capital letter E residual. Capital letter E is residual. ഇനി കഴിഞ്ഞ പ്രാവശ്യം 7 കാൽക്കുലേഷൻസ് ആണെങ്കിൽ ഇപ്രാവശ്യം there are 9 കാൽക്കുലേഷൻസ്. ടിയിൽ 2 കാൽക്കുലേഷൻ. എസ് there are 4. എസ് there are 4. കഴിഞ്ഞ പ്രാവശ്യം എസ് 3 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ എസ് there are 4. എം എസ് 3. എം എസ് 3. കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം 3 എണ്ണം. സോ ദർ ആർ 2 കാൽക്കുലേഷൻസ് ഇൻ ടി, 4 കാൽക്കുലേഷൻസ് ഇൻ എസ് എസ് ആൻഡ് 3 കാൽക്കുലേഷൻസ് ഇൻ എം എസ്. ഓൾ ടുഗദർ ദർ ആർ 9. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. 3 വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. 3 വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്. എ, ബി and C. 3 varieties of crops A, B and C. 3 varieties of crops A, 3 varieties of crops A, B and C are tested in a randomized block, BLOC. Randomized block designed with 4 replications. 4 replications. REPLICATIONS. 4 replications. REPLICATIONS. The yields are given below. 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 Column heading is replications. Column heading is replications. REPLICATIONS. Column heading is replications and row heading is varieties. Row heading is varieties. Row heading is varieties. Replications 1, 2, 3 and 4. 1, 2, 3 and 4. Varieties A, B and C. It is A, B and C. ഇതിൽ ഫസ്റ്റ് റോ 6, 4, 8, 6. 6, 4, 8, 6. 7, 6, 6, 9. That's the second row. 7, 6, 6, 9. And the third is 8, 5, 10, 9.
8, 5, 10, 9. It is 8, 5, 10, 9. 8, 5, 10, 9. Under that you write test whether there is any significant difference between varieties. Test whether there is any significant difference between varieties. Test whether there is any significant difference between varieties. Also test the yield of the three varieties are same. Also test the yield of the three varieties are same. Also test the yield of three varieties are same. The three varieties are same. Either see the question now. Three varieties of crops A, B and C are tested in a randomized block designed with 4 replications. Replications എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് കോപ്പി എന്നാണ്. ഇറ്റ് ഈസ് എ എക്സാക്റ്റ് കോപ്പി. സാധാരണ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെല്ലാം അവർ പാടത്ത് പോയി കൃഷി ചെയ്യല്ല, അവർ ലാബിൽ തന്നെ പാടത്തിന് തുല്യമായി, അതായത് ഫീൽഡിന് തുല്യമായി മണ്ണ് വെച്ച് ഓരോ ബ്ലോക്കുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ there are 4 blocks 1, 2, 3 and 4. There are 4 blocks 1, 2, 3 and 4. അത് ഡിസൈൻഡ് വിത്ത് 4 replications എന്നാണ്, എക്സാക്റ്റ് കോപ്പി എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അലൂവിയൽ സോയിൽ ആണെങ്കിൽ അലൂവിയൽ സോയിലിൻ്റെ 4 ബ്ലോക്ക്. ഇനി ഉപ്പുള്ള മണ്ണാണെങ്കിൽ ഉപ്പുള്ള മണ്ണിൻ്റെ 4 ബ്ലോക്ക്. ചെമ്മണ്ണാണെങ്കിൽ ചെമ്മണ്ണിൻ്റെ 4 ബ്ലോക്ക്. ഇതാണ് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് ഈൽഡ് വ്യത്യസ്തമാണോ അല്ലെങ്കിൽ വെറൈറ്റീസ് വ്യത്യസ്തമാണോ എന്ന് പാടത്ത് കൃഷി ചെയ്തിട്ടല്ല അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലാബിൽ സോയിൽ എങ്ങനെയാണോ ആ സോയിലിൻ്റെ എക്സാക്റ്റ് കോപ്പി തന്നെ അവർ ഡിസൈൻ ചെയ്യുകയാണ്. സോ 3 varieties of crops A, B and C are tested in a randomized block designed with 4 replications. ഇതിൽ 3 varieties ആണ്. It is A, B and C. അത് കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയുള്ള മണ്ണാണോ ആ മണ്ണിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിട്ടുള്ള 4 ബ്ലോക്കുകൾ ഉണ്ടാക്കി. അപ്പോൾ എ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ബ്ലോക്ക് നമ്പർ 1, 2, 3 and 4. 1ൽ ഇറ്റ് ഹസ് പ്രൊഡ്യൂസ് 6 യൂണിറ്റ്സ്, 2ൽ 4 യൂണിറ്റ്സ്, 8ൽ 3ൽ 8, മറ്റേൽ 6. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ഈൽഡാണ്. വാട്ട് ഈസ് ഗിവൺ ഈസ് ഈൽഡ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈൽഡ് എന്നല്ല. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് കോപ്പി എന്നാണ്. എക്സാക്റ്റ് കോപ്പി ഓഫ് വാട്ട്? എക്സാക്റ്റ് കോപ്പി ഓഫ് ദ സോയിൽ. ആ സോയിലിൻ്റെ എക്സാക്ട് കോപ്പിയുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കി. ഫസ്റ്റ് ബ്ലോക്കിൽ എയുടെ ഈൽഡ് 6ഉം ബിയുടെ 7ഉം സിയുടെ 8ഉമാണ്. അങ്ങനെ കൃഷി ചെയ്തു. പറഞ്ഞ മനസ്സിലായോ? അതായത് they have created a cultivable land inside the laboratory. 4 blocks of exact copy of the land. First block, second, third, fourth. So for example, 5 അടി നീളം, that is 6 അടി വീതി, 5 into 6. അങ്ങനെയുള്ള ബ്ലോക്കുകൾ ആണെങ്കിൽ that is 4 ബ്ലോക്ക്, that is 5 into 6. 4 എണ്ണത്തിൽ 4 ഡിഫറെൻറ്റ് സോയിലുകൾ. ഇത് ഈ ഓരോ ബ്ലോക്കിലും ഇവയെല്ലാം തന്നെ
കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കുകളിൽ ഓരോ വെറൈറ്റീസിന് കിട്ടിയ ഈൽഡാണ് ഈ തന്നിരിക്കുന്നത്. വെറൈറ്റീസ് ഈസ് ടേക്കൺ ഓൺ ദ റോസ് ആൻഡ് ഈൽഡ് ഈസ് ടേക്കൺ ആസ് ദ കോളംസ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ടെസ്റ്റ് വെദർ there is any significant difference between varieties. Test whether there is any significant difference between varieties. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് റോകളാണ്. അതുപോലെ also test whether the yield of 3 varieties are same. Also test whether the yield of 3 varieties are same. ഇത് വൺ വേ അനാലിസിസ് അല്ല, ടു വേ അനാലിസിസ് ആണ്. വൺ വേ അനാലിസിസ് അല്ല, ടു വേ അനാലിസിസ് ആണ്. ദിസ് ഈസ് നോട്ട് വൺ വേ അനാലിസിസ്, ദിസ് ഈസ് എ ടു വേ അനാലിസിസ്. ഇവിടെ റോയും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോളം ഓൾസോ ഈസ് കൺസിഡേർഡ്. റോ ഈസ് കൺസിഡേർഡ് ആസ് വെൽ ആസ് കോളം ഓൾസോ ഈസ് കൺസിഡേർഡ്. വെറൈറ്റീസ് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? വെറൈറ്റീസ് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? അതാണ് റോ. അവയുടെ ഈൽഡുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? അതാണ് കോളംസ്. അപ്പോൾ ദിസ് ഈസ് നോട്ട് വൺ വേ, ദിസ് ഈസ് ടു വേ. സോ റൈറ്റ്, ടു വേ അനോവ, ടു വേ അനോവ, HO, mean of all columns are equal. Mean of all columns are equal. Mean of all columns are equal. That is, the yield of the 3 varieties are equal. That is, the yield of 3 varieties are equal. The yield of 3 varieties are equal. Yield of 3 varieties are equal. അതിൽ അണ്ടർലൈൻ കോളംസ്, അണ്ടർലൈൻ കോളംസ്. H1 നോട്ട് ഈക്വൽ, H1 നോട്ട് ഈക്വൽ. അടുത്ത HO, മീൻ ഓഫ് ഓൾ റോസ് ആർ ഈക്വൽ. 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 Mean of all rows are equal. That is, no difference between varieties. No difference between varieties. No difference between varieties. No difference between varieties. വൺ വേ അനാലിസിസിൽ നമ്മൾ കോളം മാത്രമേ വർക്കൗട്ട് ചെയ്തുള്ളൂ. ടു വേ അനാലിസിസിൽ കോളംസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റോസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ കാൽക്കുലേഷൻ ആരംഭിക്കുക. അതിൻ്റെ താഴെ H1, റോസിൻ്റെ H1 നോട്ട് ഈക്വൽ. റോസിൻ്റെ H1 നോട്ട് ഈക്വൽ. ആദ്യത്തെ HOയിൽ കോളം അണ്ടർലൈൻ ചെയ്യുക, രണ്ടാമത്തേൽ റോ അണ്ടർലൈൻ ചെയ്യുക. ഈ മാട്രിക്സിൻ്റെ ഓർഡർ, the given matrix is of order 3 rows and 4 columns. So that starting with n, number of observations, n is a number of observations. മൊത്തം 12 observations. Number of observations is equal to 12. Is equal to 12. T, sum total of observations. ഇതൊക്കെ ഇന്നലെ കണ്ടതല്ലേ? സം ടോട്ടൽ ഓഫ് ഒബ്സർവേഷൻസ്. T is sum total of observations. T is sum total of observations. T is sum total of observations. T is sum total of observations is equal to 6 plus 4 plus 8 plus 6 plus ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു. വാല്യൂസിൻ്റെ സം ടോട്ടൽ ഈസ് ഈക്വൽ ടു 84. ഈസ് ഈക്വൽ ടു 84. ഇത്
വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ടോട്ടൽ വർക്കൗട്ട് ചെയ്തത്. അല്ലെങ്കിൽ സിഗ്മ x1 വർക്കൗട്ട് ചെയ്യുക, സിഗ്മ x2 വർക്കൗട്ട് ചെയ്യുക, സിഗ്മ x3 വർക്കൗട്ട് ചെയ്യുക, സിഗ്മ x4 വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്മ xa, xb, xc. ഈ കിട്ടുന്ന ടോട്ടലുകളുടെ ടോട്ടൽ അല്ലെങ്കിൽ ഈ കിട്ടുന്ന ടോട്ടലുകളുടെ ടോട്ടൽ ഇത് 6 4 10 18 6 24 31 37 6 43 9 52 8 60 65 10 75 9 84. ഇനി ടിയിൽ വരുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാൽക്കുലേഷൻ ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ഇറ്റ് ഈസ് എ ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ദാറ്റ് ഈസ് 84 സ്ക്വയർ divided by 12. It is 84 square divided by 12. 84 square is 7056. 84 square is 7056 divided by 12. 7056 divided by 12 is equal to 588. Is equal to 588 is equal to 588. ഇപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതിൽ ദാറ്റ് ഈസ് ടീനെ സംബന്ധിച്ചിടത്തോളം 2 കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ദാറ്റ് ഈസ് ടിയുടെ സം ടോട്ടൽ, അതായത് ദിസ് ഈസ് വാട്ട് യു കോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നതാണ്. ദിസ് ഈസ് സിഗ്മ എക്സ്. അടുത്ത ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. നൗ വി ആർ കമ്മിങ് ടു SS. It is a SS. We are coming to SS. SS എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് എന്നാണ്. SS is a sum of squares. Sum of squares. Starting with SST. Starting with SST. Starting with SST. SST ആരംഭിക്കുന്നു. സ്റ്റാർട്ടിംഗ് വിത്ത് SST. സ്റ്റാർട്ടിംഗ് വിത്ത് SST. സ്റ്റാർട്ടിംഗ് വിത്ത് SST. SST വർക്കൗട്ട് ചെയ്യുന്നത് സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ദാറ്റ് ഈസ് ഓൾറെഡി ടോട്ട് യെസ്റ്റർഡേ ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ടോട്ടൽ ഓഫ് എക്സ് ആണ് സിഗ്മ എക്സ്. ടോട്ടൽ ഓഫ് എക്സ് സ്ക്വയർ ആണ് സിഗ്മ എക്സ് സ്ക്വയർ. സോ ഇറ്റ് ഈസ് സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ plus 6 square plus like this minus 588. 588. It is 588 minus 588. ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഈസ് 624. It is 624 minus 588. 624 minus 588 is equal to 36 is equal to 36 is equal to 36 is equal to 36. അടുത്ത SSC. It is a SSC. 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 ഇത് സിഗ്മ x1. സിഗ്മ x1 ഈസ് 21. സിഗ്മ x2 ഈസ് 15. സിഗ്മ x3. സിഗ്മ x3 ഈസ് 24. ആൻഡ് സിഗ്മ x4. സിഗ്മ x4 ഓൾസോ ഈസ് 24. സിഗ്മ x4 ഓൾസോ ഈസ് 24. ഇതിലെല്ലാ കേസുകളിലും n1 എന്ന് പറയുന്നത് 3 ആണ്. n2 ഓൾസോ ഈസ് 3. n3 ഈസ് 3 ആൻഡ് n4 ഓൾസോ ഈസ് 3.
also is 3, also is 3. So the formula is sigma x1 square divided by n1 plus sigma x2 square divided by n2 plus sigma x3 square divided by n3 plus sigma x4 square divided by n4 minus t square divided by n minus t square divided by n is equal to 21 square divided by 21 square divided by 3, 21 square divided by 3 plus 15 square divided by 3 plus 24 square divided by 3 plus 24 square divided by 3 minus t square divided by n is 588. ഇതിൽ ആഡ് ചെയ്യേണ്ട 4 ഫ്രാക്ഷൻസിൽ കോമൺ ഡിനോമിനേറ്റർ ആണ് 3. അതുകൊണ്ട് 3 becomes the common denominator. 21 square is 441 plus 225 plus 576, it is 576 plus 576. 21 square is 441, 15 square is 225, 24 square is 576 plus 576 minus 588 minus 588 minus 588. ഇവ ആഡ് ചെയ്ത് വരുമ്പോൾ what you get is 1818. it is 1818. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് we take it as 3. 1818 divided by 3 minus 588. it is 588. so 1818 divided by 3 is equal to 606. it is 606 minus 588 minus 588 is equal to 80. ഇത് ഓൾറെഡി യു ഹാവ് സീൻ. ഇത് നിങ്ങൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ദിസ് ഈസ് ഓൾറെഡി വാട്ട് യു ഹാവ് സീൻ. ഇത് നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്നത് ഇതിൽ 2-way അനാലിസിസ് ആയതുകൊണ്ട് റോസ് ഓൾസോ ഷുഡ് ബി കൺസിഡേർഡ്. റോയും കൺസിഡർ ചെയ്യണം. ആദ്യം നമ്മൾ സിഗ്മ എക്സ് എ 10, 18 മാറും 24. ആദ്യത്തെ റോ ടോട്ടൽ ഈസ് 24. സിഗ്മ എക്സ് ബി 7 ആറും 13 ആറും 19 9 28. ഇത് 28. സിഗ്മ എക്സ് ഓഫ് സി 13 10 23 9 32. ഇത് 32. ഇതിൽ എസ് എസിൽ എക്സ്ട്രാ കാൽക്കുലേഷൻ വരുന്നത് ഇതിൽ ഓരോന്നിലും 4 എണ്ണം വെച്ചാണ്. അപ്പോൾ n of a is 4, n of b, ഞാൻ എഴുതുന്നില്ല, അവിടെ സ്ഥലമില്ല. n of a is 4, n of b is 4 and n of c also is 4. 4 വെച്ചാണ്. ഇതിൽ സം ഓഫ് സ്ക്വയേഴ്സിൽ ഒരു കാൽക്കുലേഷൻ വരുന്നത് എക്സ്ട്രാ വരുന്നത് that is what you call റോയുടേതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് SSR. അടുത്തത് SSR. it is SSR. സിഗ്മ x of a square divided by n of a plus sigma x of b square divided by n of b plus sigma x of c square divided by n of c
minus t square divided by n. Sigma x of a square by n of a plus sigma x of b square by n of b plus sigma x of c square plus n of c is equal to 24 square divided by ഇതിൽ ഓരോന്നും കോളം എടുത്താൽ ഓരോ കോളത്തിൽ 3 എണ്ണമാണെങ്കിൽ ഇതിൽ 4 ആണ് പ്ലസ് 28 square divided by 4 plus 32 square divided by 4 minus t square divided by n 588 minus 588. ഇതിൽ common denominator can be taken. That is 4. അതിൽ 24 square is 576 plus 28 square is 784 plus 32 square is 1024 minus 588. 24 square is 588. Sorry, 24 square is 576. 28 square is 784 and 32 square is 1024. Common denominator is 4. ഇവയെല്ലാം കൂടി ആഡ് ചെയ്താൽ what you are going to get is 2384 by 4. 2384 by 4 minus 588 2384 by 4 minus 588 is equal to 596 minus 588. 596 minus 588 is equal to 8. 576, 784, 1024 added together will give you 2384. That to be divided by 4 gives you 596. And the t square by n is 588 is equal to 8. ഇനി നാലാമത്തെ കാൽക്കുലേഷൻ SSE. E stands for the residual. The formula is SST minus SSC. SST minus SSC ഒരെണ്ണം കൂടി മൈനസ് SSR. കഴിഞ്ഞ പ്രാവശ്യം SST മൈനസ് SSC ഉള്ളൂ, ഇവിടെ റോ ഓൾസോ ഈസ് കമ്മിങ്. അപ്പോൾ SSE മൈനസ് SST, SSE is equal to SST minus SSC minus SSR. SST is 36. It is 36. SSC is 18 minus 18 minus 8. അപ്പോൾ 36 minus 26. It is 36 minus 26 is equal to 10. Is equal to 10. Now we are coming to the calculation of MS. That is a mean square. It is a mean square. We are coming to the calculation MS. That is mean square. കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്രാവശ്യം അതിനു പകരം 3 എണ്ണം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. It is a mean square. That is a MS. It is mean square. MS.